ഹലോ വെൽക്കം ടു മാർക്കറ്റ് ഡിസ്കഷൻ അല്ല. സോ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ഫോറക്സ് ട്രേഡിംഗ് റൂൾസിനെ കുറിച്ച് പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അത് പല ആൾക്കാരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. പല ആൾക്കാരും എന്താണ് ഒരു ഡിസിപ്ലിൻഡ് ട്രേഡിങ്ങിന് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ വേണമെന്ന് പല ആൾക്കാരും പറയാറുണ്ടെന്ന് പറയും. സോ അതെങ്ങനെയാണ് ഡിസിപ്ലിൻഡ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ റൂൾ നമ്പർ 1 എന്താണെന്ന് ചോദിച്ചാൽ ഈ റൂൾസ് ഫോളോ ചെയ്യുക. ഫോളോ ദ റൂൾ, ദാറ്റ് ഈസ് റൂൾ നമ്പർ 1. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ റൂൾസിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ 2 ടൈപ്പ് ഓഫ് മാർക്കറ്റ് അനാലിസിസ് ഉണ്ട് അല്ലേ. ദർ ആർ 2 ടൈപ്സ് ഓഫ് അനാലിസിസ്, ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. സോ ദേ ആർ ബോത്ത് 2 sides of a same coin. സോ ഇതിന് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ടെക്നിക്കൽ ആണെങ്കിലും ഫണ്ടമെന്റൽ അനാലിസിസിനാണെങ്കിലും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. സോ ഫണ്ടമെന്റൽ tells you why the market is moving and technical helps you find when to enter and exit the market. സോ ഫണ്ടമെന്റൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടിട്ടാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്, എന്തിൻ്റെ ബേസിസിലാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഫണ്ടമെന്റൽസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സോ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GDP അനൗൺസ്മെൻ്റ് ആയിരുന്നു US എന്നുള്ള. സോ ഇന്ന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന്. എന്തുകൊണ്ടിട്ട്? കാരണം ഒന്നുമില്ല, ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉണ്ട്. ഇന്ന് GDP ആയിരുന്നു, US എന്നുള്ള GDP അനൗൺസ്മെൻറ്റ് ഉണ്ടായത് കൊണ്ടാണ് മാറി നിൽക്കാൻ പറഞ്ഞത്. സോ ആ ഒരു സമയത്ത് ഉച്ചയ്ക്ക് 1 മണി 1:30 മണി UK ടൈമിങ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് മാർക്കറ്റിലുള്ള വോളറ്റാലിറ്റി നിങ്ങൾ കണ്ടോ? മാർക്കറ്റ് എവിടെ കിടന്നത് മാർക്കറ്റാണെന്ന് കണ്ടോ? മാർക്കറ്റ് 3266 നിന്ന് ഒറ്റയടിക്ക് 3304, ഓൾമോസ്റ്റ് $38 മാർക്കറ്റിൽ മൂവ് ആയത്. ഓക്കെ, $38. അതിനുശേഷം തൊട്ടടുത്ത ക്യാൻഡിൽ 3319 കൊണ്ട് എത്തിക്കുകയും ചെയ്തു. സോ ഇതുകൊണ്ടിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരാൾക്ക് ഭയങ്കരമായ പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരാളുടെ ഭയങ്കരമായ പൈസ പോവും. ഓക്കെ, സോ ഈ സമയത്ത് ട്രേഡ് ചെയ്യാൻ നിന്നാൽ ഉറപ്പായിട്ടും എന്താ പറയുക, ഇതിനെയാണ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ട്രേഡ് ചെയ്യുന്നതിനെയാണ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു നിമിഷം പോലെയുള്ളൊരു സമയം കിട്ടത്തില്ല, മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും എന്നുള്ളതാണ് അല്ലേ. സോ അതുകൊണ്ടിട്ട് ഈ ഒരു സമയത്ത് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ന്യൂസിൻ്റെ സമയത്ത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, സോ എന്താ പറയുക, സോ ടെക്നിക്കൽ ഹെൽപ്പ് യു ഫൈൻഡ് വെൻ ടു എൻറ്റർ ആൻഡ് എക്സിറ്റ് ദ മാർക്കറ്റ്. എപ്പോഴാണ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യേണ്ടത്, എപ്പോഴാണ് മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളെ ടെക്നിക്കൽ അനാലിസിസ് നമ്മളെ പഠിപ്പിക്കുന്നത്. സോ നമ്മൾ രാവിലെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 80ൻ്റെ അവിടെ നിന്ന് ബൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ 80ൻ്റെ അവിടെ നമ്മൾ ബൈ ചെയ്തു. ഓക്കെ, ബൈ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടിട്ടാണ്? അത് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് എങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് മനസ്സിലാക്കുന്നത്? പ്രീവിയസ് ചാർട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് അടിച്ച് റൂൾ നമ്പർ 1 പോവാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൂൾ നമ്പർ 1 ഈസ് ഫോളോ ദ റൂൾ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെയാണ് ന്യൂസസ് നോക്കിക്കാണേണ്ടത്, ന്യൂസുകളെ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ന്യൂസുകൾ നോക്കാറുണ്ട്. ഓക്കെ, ഡോണ്ട് ഫോളോ ഓൾ ന്യൂസസ്, ഫോളോ ഓൺലി റെലവൻറ്റ് ആൻഡ് വെരിഫൈഡ് അപ്ഡേറ്റ്സ്. അവോയ്ഡ് പേഴ്സണലൈസ്ഡ് ന്യൂസ് ദാറ്റ് ഫിറ്റ്സ് യുവർ ബയാസ്. സോ ബേസിക്കലി നമുക്ക് വേണ്ടുന്ന ന്യൂസുകൾ മാത്രം എടുക്കാതെ മാർക്കറ്റിന് വേണ്ടുന്ന ന്യൂസുകൾ, ഏത് ന്യൂസാണോ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് ആ ന്യൂസുകൾ എടുക്കാനായിട്ട് പഠിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ന്യൂസാണ് എടുക്കേണ്ടതെന്ന് അവർ ഭയങ്കരമായി കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ദിവസത്തെ തന്നെ ന്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പേഴ്സണലി എടുത്തിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ന്യൂസുകളുണ്ട് അല്ലേ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് ഈ റെഡ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. അത് ഏതൊരു എക്കണോമിക് കലണ്ടറിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ ഇന്നലെ രാത്രി 12:50 JPY എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. റീറ്റെയിൽ സെയിൽസ് ആയിരുന്നു JPY എന്നുള്ളൊരു ന്യൂസ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്നലെ പൊസിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചൈന എന്നൊരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്കേണ്ട കാര്യമില്ല. ഇത് വലിയ രീതിയിൽ നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാത്തില്ല എന്നതുകൊണ്ടിട്ട് നമ്മളത്
വലിയ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം യൂറോസോണിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് GDP അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അത് യൂറോയെ വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു ന്യൂസാണ്. അതുകൊണ്ടിട്ട് യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ GDP അനൗൺസ്മെന്റ് ആയിരുന്നു ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിംഗ് ആണ്. ആ സമയത്ത് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയം ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു അത്. പിന്നീട് ഈ പറയുന്ന ന്യൂസുകൾ കോർ PCE പ്രൈസ് ഇൻഡെക്സ്, കോർ PCE പ്രൈസ് ഇൻഡെക്സ്, ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അതാണ് സത്യം. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ക്രൂഡ് ഓയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ പേഴ്സണലൈസ് ചെയ്യേണ്ടത് ന്യൂസ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ ന്യൂസുകൾ മാത്രം മനസ്സിലാക്കി പോവുക, അത് മാർക്കറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യവും കൂടെ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനുള്ളത്. സോ നമുക്ക് മാറി നിൽക്കണം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും മാറി നിൽക്കണം എന്നൊക്കെ പറയാറുള്ള ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ NFP നോൺ ഫാം പേറോൾ. സോ ഈ വെള്ളിയാഴ്ചയാണ് നമ്മളുടെ NFP ഈ മാസം അടുത്ത മാസത്തെ ഉണ്ടാവുക. സോ അതിനുശേഷം GDP അനൗൺസ്മെൻറ്റ്, റീറ്റെയിൽ സെയിൽസ്, ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഫ്രം US. സോ ഈ 4 ന്യൂസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി അത് ദിവസങ്ങളിൽ മാറി നിൽക്കുക. കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, നമുക്ക് വലിയ മൂവ്മെൻ്റ് ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷേ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണമെന്നും എവിടെ ടേക്ക് പ്രോഫിറ്റ് വെക്കണമെന്നും ഒന്നും നമുക്ക് അറിയില്ല. കാരണം ആ ഒരു സമയത്ത് ടെക്നിക്കൽസ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടിട്ടാണ് ആ സമയം മാറി നിൽക്കാനായിട്ട് പറഞ്ഞു പോകുന്നത്. സോ അവോയ്ഡ് ട്രേഡിംഗ് ഓൺ ദീസ് ഡേയ്സ് ഡ്യൂ ടു ഹൈ വോളറ്റാലിറ്റി. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എന്തൊക്കെ ഫണ്ടമെൻ്റൽസ് ഉണ്ടെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു പോകാറുണ്ട്. Rule number 2, know the market hours. So understand the 5 major market sessions. 5 മേജർ 5s എന്നാണ് വിളിക്കുന്നത് ഈ പറയുന്ന 5 മേജർ കൺട്രീസിനെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജപ്പാൻ, നമ്മുടെ ഫോറക്സ് ട്രേഡിംഗ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഇന്ത്യൻ ടൈമിംഗ് രാവിലെ 5:30 മണിക്കാണ്. അപ്പം ജപ്പാൻ ഓപ്പൺ ആകുമ്പോഴാണ് മാർക്കറ്റ് ഓപ്പൺ ആയി എന്ന് പറയുന്നത്. സോ അതിനുശേഷം 6:30 മണിക്ക് ഹോങ്കോങ്ങും സിംഗപ്പൂരും ഓപ്പൺ ആവും. അതിനുശേഷം ഒരു മാർക്കറ്റിലോട്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഒരു ഫ്ലോ വന്ന് തുടങ്ങുന്നത് ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കാണ്. സോ ആ ഒരു സമയത്താണ് ഞാൻ പേഴ്സണലി ഒരു തീരുമാനം എടുക്കുന്നത്. ഞാനിപ്പോൾ UK ആയതുകൊണ്ടിട്ട് ഇവിടെ എത്ര മണിയാണ്, രാത്രി 3 മണിയാണ്. അതുകൊണ്ടിട്ട് ഞാൻ ആ സമയത്ത് എഴുന്നേറ്റ് ട്രേഡ് നോക്കി ഇരിക്കാറൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് അത് ഫോളോ ചെയ്യാം. ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കൊരു തീരുമാനം എടുക്കാം. മാർക്കറ്റ് പെർട്ടിക്കുലർ ഒരു നല്ലൊരു എന്താ പറയുക ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസിലോ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു തീരുമാനം എടുത്ത് പോകാനായിട്ട് സാധിക്കും. സോ ഇന്ത്യൻ ടൈമിംഗ് 11:30 മണിക്ക് യൂറോപ്പ് ഓപ്പൺ ആവും. സോ അപ്പോൾ ഒരു നല്ലൊരു ഫ്ലോ മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ യൂറോപ്പും ഏഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയം ആയതുകൊണ്ടിട്ട് തന്നെ 11:30 മണിക്ക് നല്ലൊരു ഫ്ലോ മാർക്കറ്റിലോട്ട് വരുന്നുണ്ട്. സോ ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്ക് ഏഷ്യ ക്ലോസ് ആവും. യൂറോപ്പ് മാത്രമായിരിക്കും ആ സമയത്ത് വർക്ക് ആവുന്നത്. സോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാം ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് പോകുന്നത്. സോ ഈ ഒരു മാർക്കറ്റ് ചേഞ്ച് ആവുന്ന സമയം ആയതുകൊണ്ടിട്ടാണ് അങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. സോ വൈകുന്നേരം 6:30 മണിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ഒരു സമയത്ത് മേജർ പ്ലെയർ US ഓപ്പൺ ആവുന്ന സമയമാണ്. സോ US മാത്രമല്ല, ആ സമയത്ത് യൂറോപ്പും US ലോകത്തെ ഏറ്റവും വലിയ 2 ശക്തികൾ യൂറോപ്പും US ഒരേ സമയത്ത് മാർക്കറ്റ് കൊണ്ടുപോകുന്ന ആ ഒരു സമയമാണ് ഈ ഒരു മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പീക്ക് മൂവ്മെൻറ്റ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ 6:30 തൊട്ട് 8 മണി വരെ നോക്കിയിരുന്നാൽ നമുക്ക് പീക്ക് മൂവ്മെൻറ്റ് കാണാൻ പറ്റും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു പോയി ഈ 5 സമയങ്ങളിൽ മാത്രമായിരിക്കണം നമ്മൾ മാർക്കറ്റിനെ നോക്കാൻ. എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്. അപ്പോൾ രാവിലെ 7:30 മാർക്കറ്റ് നോക്കുക, എന്നാൽ പ്രോപ്പർ റെസിസ്റ്റൻസിലാണോ സപ്പോർട്ടിലാണോ തീരുമാനം എടുക്കുക. 11:30 നോക്കുക, റെസിസ്റ്റൻസിലാണോ സപ്പോർട്ടിലാണോ തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. ഇതാണ് 100% ഉറപ്പിച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ഒരു ലോങ്ങർ ടേമിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡറായി മാറാനും നമുക്ക് സാധിക്കും ഇതിലൂടെ. സോ അണ്ടർസ്റ്റാൻഡ് എ കൺട്രീസ് ബാക്ക് ബോൺ. ഒരു കൺട്രിയുടെ ബാക്ക് ബോൺ എന്താണ്, ഒരു ന്യൂസ് വരുന്ന കൺട്രിയുടെ ബാക്ക് ബോൺ എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. റൂൾ നമ്പർ 4, തിങ്ക് ബിയോണ്ട് സർഫേസ് ന്യൂസ്. ഒരു ന്യൂസ് നമ്മൾ വന്നു, ആ ന്യൂസ് എന്താണ് എന്ന് മനസ്സിലാക്കി
ന്നതിനെക്കാട്ടിലും അതിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന പല ഇൻസിഡൻസും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് മനസ്സിലാക്കാൻ വളരെ പാടുള്ളൊരു കാര്യമായതുകൊണ്ടിട്ടാണ് മാർക്കറ്റിൻ്റെ ആ ഒരു ന്യൂസ് ടൈം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ടൈമിങ്ങിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ റൂൾ നമ്പർ 5 and 6, റിസ്ക് ആൻഡ് ലോസ്. സോ ഡിഫൈൻ യുവർ റിസ്ക് ബിഫോർ എൻറ്ററിങ് എ ട്രേഡ്. ഒരു ട്രേഡിന് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുക നമ്മുടെ എത്ര ആയിരിക്കും നമ്മുടെ ലോസ് വന്നാൽ എത്ര വരെ പോകാം. അത് ബേസിക്കലി നമ്മൾ എന്താ പറയുക, പ്രത്യേകിച്ച് ഗോൾഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ 1:2 റേഷ്യോ എങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എപ്പോഴും പറ്റണം എന്നില്ല, പക്ഷെ എന്നിരുന്നാലും 1:2 എങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ അക്സെപ്റ്റ് സ്മോൾ ലോസ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. സോ ചെറിയ ലോസുകൾ അക്സെപ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, മാർക്കറ്റിൽ നിന്നൊരു ബൈ എടുക്കും, മാർക്കറ്റ് താഴോട്ട് പോവും, സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റും, മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോവും, $500 ലോസ് വരുമ്പോൾ അപ്പോൾ ചിന്തിക്കും, അയ്യോ നേരത്തെ ആ $100 വെച്ചിട്ട് തന്നെ ആ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും, അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലോങ്ങർ ടേമിൽ നമുക്കൊരു നല്ല പ്രോഫിറ്റബിൾ ആയിട്ടൊരു ട്രേഡറായി മാറാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നെവർ ലെറ്റ് എ പ്രോഫിറ്റബിൾ ട്രേഡ് ഇൻ ടു എ ലോസ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്തു, ബൈ ആയിരുന്നു, മുകളിലോട്ട് പോയി മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു $40-50 മുകളിലോട്ട് പോയതിന് ശേഷം തൊട്ടടുത്ത ക്യാൻഡിൽ, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വേറൊരു മാർക്കറ്റ് ഓപ്പൺ ആയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഏഷ്യ ക്ലോസ് ആയെന്ന് വിചാരിച്ചോ. ഇന്ത്യൻ ടൈമിംഗ് 11:30 മണിക്കെടുത്ത ഒരു ബൈ ആയിരുന്നു. അത് 2:30 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു, $40 മുകളിൽ നിന്നു. ഓക്കെ, $40 മുകളിൽ വെച്ച് നമ്മൾ പ്രോഫിറ്റ് എടുത്ത് മാറിയില്ല. ആ ഒരു സമയത്ത് ഏഷ്യ ക്ലോസ് ആയ സമയത്ത് ഒറ്റയടിക്ക് മാർക്കറ്റ് താഴെ $30 പോകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു സമയത്ത് $400 0.1 ലോട്ട് എടുത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ലോട്ട് എടുത്തിട്ടുള്ള ഒരാൾക്ക് $4000 പ്രോഫിറ്റ് നിന്നിട്ട് അവൻ പിന്നീട് മാർക്കറ്റിൽ നോക്കാൻ നേരത്ത് അവൻ്റെ പ്രോഫിറ്റ് വെറും $1000 അപ്പോൾ നമ്മുടെ ഇമോഷൻ, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻ വർക്ക് ആവുകയും പിന്നീട് നമ്മൾ റോങ് തീരുമാനങ്ങളിലോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടിട്ടാണ് നേരത്തെ നമ്മളൊരു ട്രേഡിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഡിഫൈൻ ചെയ്താൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് റൂൾ നമ്പർ 5 and 6. റൂൾ നമ്പർ 7 and 8 എന്താണെന്ന് വെച്ചാൽ, പേഴ്സണലൈസ് യുവർ ട്രേഡിംഗ്. സോ കൺസിഡർ യുവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് അവൈലബിൾ ടൈം. നമ്മൾക്ക് എത്രമാത്രം സമയമുണ്ട്, ഏതൊക്കെ സമയമായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ടുണ്ടാവുക, നേരത്തെ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് യുവർ വേ ഓഫ് തിങ്കിങ്, അവോയ്ഡ് റിയാക്ടിങ് ടു ലൈവ് ക്യാൻഡിൽസ്, പ്ലാൻ ബിഫോർ എൻട്രിങ്. സോ മാർക്കറ്റിൽ ലൈവ് ക്യാൻഡിൽ കണ്ടിട്ട് വെറുതെ എൻട്രി ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ കൺസിഡർ ചെയ്യുന്നത് 1 hour ക്യാൻഡിലാണ്. നിങ്ങളത് കൺസിഡർ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഏത് അവർലി ക്യാൻഡിലാണോ മിനിറ്റ് ക്യാൻഡിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുക. മാർക്കറ്റിൻ്റെ അതിൻ്റെ നടുക്ക് കയറി എൻ്റർ ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ റൂൾ നമ്പർ 9 to 12. സോ ട്രെൻഡ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡാണ്. ഓക്കെ, സോ ഫോളോ ദ ട്രെൻഡ് ആൻഡ് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. സോ ട്രെൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഒരു കാരണവശാലും ഗോൾഡ് നിങ്ങൾ സെല്ല് ചെയ്യാൻ പറയത്തില്ല. കാരണം എന്താ അറിയോ, ഗോൾഡ് അപ് ട്രെൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഗോൾഡ് സെല്ല് ചെയ്യണം എന്ന് പറയാത്തത്. ഓക്കെ, സോ കാരണം ഇപ്പോൾ ഈ മാർക്കറ്റിലെ മെയിൻ പ്ലെയേഴ്സ് നമ്മളെപ്പോലുള്ള റീറ്റെയിൽ കസ്റ്റമേഴ്സ് അല്ല. മെയിൻ പ്ലെയേഴ്സ് വലിയ സെൻട്രൽ ബാങ്ക്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സുമാണ്. സോ അവർ ട്രേഡിങ് അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെപ്പോലുള്ള ചെറിയ പാവങ്ങൾ നിൽക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ ചെയ്താൽ നമ്മുടെ കാശ് പോകും 100%. സോ ആ ട്രെൻഡ് അനുസരിച്ച് നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ചൂസ് 1 ഇൻഡിക്കേറ്റർ ആൻഡ് സ്റ്റിക്ക് വിത്ത് ഇറ്റ്. പല ആൾക്കാരും സംസാരിക്കുന്ന നേരത്ത് 30-40 ഇൻഡിക്കേറ്റർ പഠിച്ചു വെക്കും. അവർ കൺഫ്യൂസ്ഡ് ആവത്തേ ഉള്ളൂ. ഒറ്റ ഇൻഡിക്കേറ്റർ പഠിക്കുക, അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ചൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇച്ചുമുക്കു എന്ന് പറയുന്നൊരു ഇൻഡിക്കേറ്ററാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ പിന്നീട് ഇടാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിനകത്ത് പറയാൻ പറ്റില്ല. സോ കൺഫേം യുവർ ട്രെൻഡ് യൂസിങ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് വെച്ചിട്ട് അത് കൺഫർമേഷൻ ചെയ്യാം. ഓക്കെ, ആ കൺഫർമേഷനകത്ത് 100% ആവാം, അറ്റ്ലീസ്റ്റ് ഒരു 75% എങ്കിലും ആണെങ്കിൽ മാത്രമേ ആ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ആ ഒരു ട്രേഡിൻ്റെ ലോട്ട് സൈസും നമ്മൾ ആ ഒരു കൺഫർമേഷൻ വെച്ചിട്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ 100% ഒരു ലോട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ 100% കൺഫർമേഷൻ ആണെങ്കിൽ മാത്രമേ ഞാൻ ഒരു ലോട്ട് ട്രേഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇല്ല എനിക്ക് 75% കൺഫർമേഷനേ ഉള്ളൂ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ എങ്കിൽ
ഞാൻ അതിൻ്റെ ഒരു 0.5% അല്ലെങ്കിൽ 0.3% മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ഈ അടുത്തതാണ് റൂൾ നമ്പർ 13, മാനേജ് ക്യാപിറ്റൽ വൈസ്ലി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാര്യവും ഇത് തന്നെയാണ്. കാരണം ഞാൻ കുറച്ച് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവരെടുക്കുന്ന ലോട്ട് സൈസൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ഭയങ്കര വലിയ ലോട്ട് സൈസൊക്കെ എടുത്ത്, പക്ഷേ അവർ പ്രോഫിറ്റബിൾ ആണ്, ഇതേവരെ ലോസ് ഉണ്ടാവാത്തത് കൊണ്ടിട്ട് ഇപ്പോഴും റണ്ണായി പോന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, സോ നെവർ യൂസ് മോർ ദാൻ 10% ഓഫ് യുവർ ട്രേഡിംഗ് ക്യാപിറ്റൽ. നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10% കൂടുതൽ ഒരു കാരണവശാലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ട്രേഡിൽ. ഇത് 100% ആയിട്ട് ബൈബിളായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇത് 100% ആയിട്ട് നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഒരു ബൈബിളായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് റൂളാണ് 10% കൂടുതലുള്ള നമ്മളുടെ ക്യാപിറ്റൽ യൂസ് ചെയ്യാതിരിക്കുക ഒരു ട്രേഡ് എടുക്കാനായിട്ട്. ഓക്കെ, സോ അവോയ്ഡ് യൂസിങ് ലിവറേജ് മോർ ദാൻ 1:100. മാക്സിമം 1:100 തന്നെ ലിവറേജ് യൂസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പല ട്രേഡിംഗ് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് തന്നെയാണ് ഡിസിപ്ലിൻ. ഇതും പല തവണയും ഇതിപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിലും പറയാൻ എളുപ്പമാണല്ലേ, പലപ്പോഴും എനിക്കും പറ്റാറില്ല. പക്ഷേ എന്നാലും മാക്സിമം ഞാനിത് ഈ ഒരു റൂൾസിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു 2-3 വട്ടം ലോസ് വന്നു എങ്കിൽ ഞാൻ ഒന്നും കൂടെ ഈ റൂൾസിലൂടെ ആയിരിക്കും ഞാൻ കടന്നു പോകുന്നത്. ഓക്കെ, ഈ റൂൾസ് ഒന്നുകൂടെ വായിച്ച് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ബേസിക്സ് പഠിക്കും. ആ ബേസിക്സിലൂടെ പിന്നീട് ഞാൻ പ്രോഫിറ്റബിൾ ആവാൻ തുടങ്ങും. ഓക്കെ, സോ ഇതെനിക്ക് ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്കിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്കിത് നിങ്ങളിലൂടെ ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് റൂൾസ് ഓഫ് ട്രേഡിങ്ങിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, നമ്മളുടെ പുതിയൊരു ബാച്ച് നാളെ 1 മാസം നീണ്ടു നിൽക്കുന്ന പെയ്ഡ് സെഷൻ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മെയ് 1 തൊട്ട് മെയ് 30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, ഫീസും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാർക്കും എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും 4 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ചെയ്താൽ ഞാൻ മാക്സിമം അതിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ 100% അതിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതുമായിരിക്കും. ചിലപ്പോൾ ഈ കമൻറ്റ്സ് ഞാൻ കാണണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. ട്രേഡിങ്ങിൽ എന്താ പറയുക, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്താ പറയുക, ഇതെല്ലാം ഈ പറയുന്ന റൂൾസ് എല്ലാം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് റൂൾസാണ്. ഇതിനകത്ത് പല ആൾക്കാർക്കും എതിർപ്പുണ്ടാവാം. ഓക്കെ, ഇത് പക്ഷേ എൻ്റെ പേഴ്സണലി ഉള്ളൊരു ചോയ്സാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് മാത്രമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.